നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് കാണുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ആസ് യു ഗൈസ് നോ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഒന്ന് നല്ല വിലയായിരിക്കും, അതാണ് എൻ്റെ ഒരു മെയിൻ സംഭവം. ഇത് വലിയ ചേഞ്ച് ഇല്ല. പിന്നെ സെയിം നമ്മുടെ സാംസങ് ഉണ്ടാക്കി കൊടുക്കുന്ന ചിപ്സെറ്റാണ് ടെൻസർ. അടുത്ത വർഷത്തെ ഈ സാധനമാണ് ഞാൻ നോക്കിക്കാണുന്നത്, ടു ബി ഓണസ്റ്റ്. അതായത് നമ്മുടെ TSMC എന്ന് പറയുന്ന ചിപ്സെറ്റ് ഉണ്ടാക്കാൻ അറിയാവുന്നവന്മാരുണ്ടാക്കുന്ന സാധനം കാണാനാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സാംസങ്ങിൻ്റെ സാധനം എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതൊക്കെയാണ് സംഭവം അവിടെ. ഞാൻ അതുകൊണ്ട് എനിക്ക് വലിയ, പക്ഷെ ഈ പ്രാവശ്യത്തെ ഒരു കാര്യമുണ്ട്, അവന്മാർ ഫോൺ കാണാൻ മുട്ടൻ ലുക്കാക്കിയിട്ടത്. ഇപ്പോൾ ഈ കാണുന്ന സാധനമാണ് ഇവരെ ഈ Pixel 9 XL എന്ന് പറയുന്ന ഫോൺ. അതായത് നമ്മുടെയൊക്കെ പഴയ Pixel 8 Pro ഇല്ലേ, അതിൻ്റെ സൈസിൽ വരുന്ന, പക്ഷെ വില കൂട്ടിയാൽ മതി. 4 ഫോണാണ് ഇന്ന് ഇറക്കാൻ പോണത്. ഒന്ന് Pixel 9, പിന്നെ ഒരെണ്ണം Pixel 9 Pro, പിന്നെ ഒരെണ്ണം Pixel 9 Pro XL. പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഫോൾഡ് ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഫോൾഡ് നമ്മൾ 2 ലക്ഷമാണ് പറഞ്ഞേക്കണം, പക്ഷേ ട്വിറ്ററിൽ ലീക്ക് ചെയ്ത എമൗണ്ട് വന്നത് 1,72,000 ആണ്. സോ വെനിവേഴ്സ് വി വിൽ നമുക്ക് നോക്കാം. ഇന്ന് ഇന്ത്യൻ പ്രൈസ് കാണൂല, ബിക്കോസ് ഇന്ന് അമേരിക്കയിൽ ഇന്നും നാളെയാണ് ഇന്ത്യയിലെ ലോഞ്ച് വരാൻ പോകണം. അപ്പോൾ നാളെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ശരിക്കുള്ള നാട്ടിലെ പ്രൈസ് എത്രയാണ്, നാട്ടിൽ ഈ സാധനം എവിടെ അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ വേറൊരു കോമഡി കൊണ്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല, ഈ പ്രാവശ്യം റിലയൻസിലും ക്രോമയിലും അവൈലബിൾ ആവും. അപ്പം ഓഫ്ലൈൻ മാർക്കറ്റിൽ കൂടെ നിങ്ങൾക്ക് ഇനി പിക്സൽ മേടിക്കാം ഗൈസ്. സോ അതൊക്കെയാണ് സംഭവം. എന്താണെങ്കിലും നമുക്ക് വിൽ വാച്ച് ദ ലൈവ്. ഈ പ്രാവശ്യം ഫ്രീ ആയിട്ട് ആകെ കൊടുക്കാൻ പോകുന്നത് 1 വർഷത്തേക്ക് ജെമിനൈ എന്ന് പറയുന്ന ഈ പിക്സൽ, ഈ ഗൂഗിളിൻ്റെതായിട്ടുള്ള AI സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. ഞാൻ ഉണ്ണിയാർച്ചയെ പോലെ കൊണ്ടല്ലേ. എനിവേയ്സ്, അപ്പം ഏറെക്കുറെ സ്പെക്കും കാര്യങ്ങളും ഡിസൈനും ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ അവർ പുതിയതായിട്ട് എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സൂം എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ അമ്മ ഇതിലായിട്ട് അത് നമുക്ക് തന്നിട്ടില്ല കേട്ടോ പിക്സലിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ കയ്യിൽ പിക്സലിൻ്റെ 8 ഉണ്ട്. എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാർ എന്നല്ലാതെ എനിക്ക് ഈ ഫോണിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പിന്നെ പിക്സൽ ആദ്യമായിട്ടൊക്കെ Android 15 ഈ ഫോണിൽ വരുവുള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് ഇത് മേടിച്ചത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ മാസം ഈ ഇറങ്ങാൻ പോകുന്ന ഫോണിൽ Pixel 9 മാത്രമേ മേടിക്കുന്നുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യമുള്ളൂ, നാട്ടുകാർ മേടിക്കണ ഇതെടുത്തിട്ട് റിവ്യൂ എന്നതല്ലേ ബുദ്ധി. ഫോൾഡൊന്നും ഞാൻ വാങ്ങിക്കില്ല, എനിക്ക് ഒരു താല്പര്യമില്ല. അത് കിടിലൻ സാധനമൊക്കെ ആണെങ്കിൽ മേടിക്കുന്നവരെ ചാനലിൽ പോയി നോക്കുക. 1,75,000 ആണെങ്കിൽ എത്രയാണെങ്കിലും എല്ലാ 4 ഫോണും കൂടെ മേടിച്ച് ഷഡ്ഡി കീറാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നും നമുക്ക് അതിനത്രയുള്ള വ്യൂസ് ഒന്നും ഇപ്പോൾ കിട്ടുന്നതുമില്ല. കയ്യിൽ നിന്നിട്ടാണ് കാശ് എടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇനി നടക്കൂലടേത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടാണ് Pixel 9 മേടിക്കുന്നതായിരിക്കും യൂസർ എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ അങ്ങനെ പറയാം. അതിലേക്ക് ഇവിടെ കുറേ പൊട്ടിത്തെറിക്കുന്ന കുറേ ബിടെക്കും മറ്റേ ഈ പഠിച്ചവന്മാരുണ്ടല്ലോ, അവന്മാർക്ക് ഭയങ്കര കടിയാണ്. ഞാൻ സ്പെക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട്, എടാ ഒരു ഫോൺ യൂസ് ചെയ്യണേ, എടാ എന്തിനാടേ നമ്മളേക്ക് ഈ ചാനൽ കാണുന്നത്? നാട്ടുകാർക്ക് ഈ ഫോൺ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, ചൂടാവോ, പൊട്ടിത്തെറിക്കുമോ, വലിയ പ്രശ്നം വരുമോ, ഫോണ് ലാഗാവോ, ഇതൊക്കെ നോക്കാമല്ലേടേ. ഇതൊക്കെ അല്ലേടേ ഞാൻ ഇവിടെ നോക്കിയിട്ട് പറയണത്. ഞാൻ അല്ലാതെ കണ്ടവന്മാരെ വീഡിയോ കണ്ടിട്ട് വന്നിരുന്ന് മറ്റേ ഛർദ്ദിക്കണേ അല്ല. എനിക്ക് അതിനുള്ള താല്പര്യമില്ല. സംഭവം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമാണ്. എനിക്ക് അത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. കുറേ എണ്ണവന്മാരുണ്ട്, ഭയങ്കര പൊള്ളു അവന്മാർക്ക്. എന്തൊരു കഷ്ടമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇനി തൊട്ട് ഒന്നും നോക്കണില്ല. എന്തിനോ ഞാൻ എൻ്റെ കാര്യം ചെയ്യും പോകും. ഏമ്മമാരെങ്കിലൊക്കെ പട്ടി കുരക്കണ പോലെ കുരയ്ക്കുന്നുണ്ട്, ആ കുരച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളെ മാന്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന നേരത്തെ ഞാൻ ഇനി റിപ്ലൈ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് യു ഗൈസ് ഡോണ്ട് ഡിസേർവ് മൈ റിപ്ലൈ. വളരെ മാന്യമായിട്ടുള്ളവർ ഇങ്ങോട്ട് സംസാരിച്ച് അതേപോലെ വളരെ, അതിപ്പോൾ ക്രിറ്റിസിസം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അല്ലാത്തവർക്ക് ഇഗ്നോർ ആൻഡ് ബ്ലോക്ക് എല്ലായിരിക്കും. എനിക്ക് ആ ബ്ലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ തന്നിരിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യും, അല്ലാതെ അത് ബീരുവും പേടിച്ചൂറി വാടിയൊന്നും അല്ല കേട്ടാ. അയ്യാ, ഞാൻ നിന്നെയൊക്കെ കണ്ട് നിനക്കൊക്കെ നട്ടലുണ്ടെങ്കിൽ എൻ്റെ കൺമുന്നേ വന്നിരുന്ന് സംസാരിക്കടാ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന വാവർക്ക് അപ്പം നമുക്ക് സംസാരിക്കാം. അല്ലാതെ ഇതിൽ വന്നിരുന്ന ഈ
ഡയലോഗ് അടിക്കണമല്ല. അത് എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് ഈ വെറുതെ കമൻറ്റ് അടിക്കാനായിട്ട്. ഉള്ളത് പറയാമല്ലോ. ഗൂഗിള് ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ എന്ന് മാത്രം നിങ്ങൾക്ക് കേൾക്കാം. ഇന്നൊരു 1,00,000 പ്രാവശ്യമെങ്കിലും എന്ന് പറയും. ഞാൻ പറഞ്ഞേ ജെമിനൈ ഇത് ഫ്രീ ആയിട്ട് തരും അവർ ഒരു വർഷത്തേക്ക്. ജെമിനൈ AI 1,00,000 AI. സമീർ സമാത്ത് ഏതോ പണക്കാരനായ ഇന്ത്യക്കാരനാണ്. ടെക്കിയാണ്. പുള്ളിയുടെയൊക്കെ കാശ്. വാട്സാപ്പില് മെറ്റ AI വന്ന കേസ് ഇവരാരും അറിഞ്ഞില്ലേ? നല്ല അനിമേഷനാ ബാക്കി പോണ സാധനങ്ങൾ. ഇത് കൊള്ളാം എന്ന് പറഞ്ഞു ഒരു 2.5 ലക്ഷം പ്രാവശ്യം ഇന്ന് AI എന്ന് പറയും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആപ്പിളിനെ പോലെ മറ്റേ 15 Proയും Pro Maxനും മാത്രമല്ല 8 GB ഉള്ള ഏത് ഫോണിലും ഈ സാധനം വരും. ഇത് കൊട്ടാണ്, കൊട്ട്. ജെനി വരൂ, ജെനി പറഞ്ഞു. ഈ സ്ക്രീൻ ഒന്ന് എല്ലാ പ്രാവശ്യവും കാണിക്കുമെങ്കിൽ നല്ലതായിരിക്കും. നല്ല വെളിച്ചം വന്നുമ്പോ. യെസ്, പഠിക്കണ്ടല്ലോ, വെറുതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അങ്ങ് കൊടുക്കുകയല്ലേ. നമ്മളൊക്കെ സമയത്ത് ഇതൊന്നും ഇല്ല. ഇനി വേറെ ആൾക്കാരും വരും. ഇതെന്തരടാ ഇത്? ഇനി ഇവര് പറയും ഞാൻ വേറെ ആൾക്കാരെ വിളിക്കാം ഇതിനെ പറ്റി പറയാനായിട്ട്. പിക്സലൊക്കെ വിട്ട് S24 അൾട്രയിലൊക്കെ വന്ന ഇതിനും വലിയ ഒരു പ്രൊമോഷൻ സാംസങ്ങിന് കിട്ടാനില്ല. സാംസങ്ങിന്റെ അളിയന്മാരാണ്, അതുകൊണ്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല. ഫോട്ടോ എടുക്കുന്നു. ഇതിപ്പോ വർക്കാവായിരുന്നു സീനാണ് ചോദിക്കാണ്. സംതിങ് വെന്റ് റോങ്, പ്ലീസ് ട്രൈ അഗൈൻ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ എന്റെ ഒരു കരിനാക്ക്. തേഞ്ഞി ഡെമോ ഫെയിൽ. ഓ മൈ ഗോഡ്, അവൻ നെർവസ് ആയി. അവന്റെ ഷഡ്ഡി കീറി. പറഞ്ഞേ ഉള്ളൂ. അയ്യോ, സാംസങ് പിക്സൽ യൂസ് ചെയ്തൂടെ? എന്തിനാണ് സാംസങ് യൂസ് ചെയ്തത്? ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഓ മൈ ഗോഡ്, സോ ബാഡ്. ഓ ഗോഡ്, ഓ that is so bad, bro. Well done. I am proud of you. Work ചെയ്യല്ലേ വിട്. Oh, it's not working, bro. Oh man, well done. നന്നായിട്ട് ഹാൻഡിൽ ചെയ്തത്. അവര് ട്രൈ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഫോണിലും ഈ സാധനം വരുമെന്നാണ്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. അതായത് റെസ്പെക്റ്റീവ് ടു പിക്സൽ ഡിവൈസസ്. അതാണ് അവർ ട്രൈ ചെയ്യാൻ നോക്കി. S24ലും മോട്ടോറോളയും ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക, ഇതൊക്കെ യൂസ്ഫുൾ ആണ്. ഇറ്റ്സ് ആക്ച്വലി വെരി യൂസ്ഫുൾ. സത്യമായിട്ടും ദിസ് ഈസ് യൂസ്ഫുൾ. ഇതെല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. കുറച്ചും കൂടെ സ്മാർട്ടായിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റന്റ്. ഇത് വർക്ക് ചെയ്യണേ. ഓ the brand new Pixel XL, ladies and gentlemen. ഓ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ ഫോൺ. ലവ്ലി. ഓ പുതിയ അനിമേഷൻ. ആപ്പിള് സ്മാർട്ട്. ഓ പല ടൈപ്പ് ഓഫ് വോയിസ് ഉണ്ട്. അതിനാണ് മൊത്തം ക്യാപ്പിച്ച് വരുമോ എല്ലാവരും. ഉർസ എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഉർസയാണ് എൻ്റെ പിക്സൽ ഡിവൈസിൽ ഇരിക്കാൻ പോണത്. ഉർസ നല്ല സൗണ്ട്. അവർക്ക് ഉർസയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഉർസ എന്നല്ലേ വിളിക്കാനുള്ളത്. ഡ്രൈ ഐസ് M4ടെക്കിന്റെ വീഡിയോ ഉണ്ടാകും. ഡ്രൈ ഐസ് വലിയ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല രസമാണ്. കെമിസ്ട്രി. വേഗം ഒന്ന് മറ്റത് കാണിക്കൂ എൻ്റെ തങ്കങ്ങളെ. ഫോണൊന്ന് കാണിയിരടേ. ജമിനിയാ ജമനയ്യ എന്തെങ്കിലും. ജമിനി 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 കമ്പനി 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 കമ്പനി. ഓ കാണീരി. 1 2 3 4 5.
ചിപ്സെറ്റിനെ പറ്റി തള്ളാതെ പട എവിടെ നിന്ന് ഈ ഫീച്ചറൊക്കെ പറയണോളാം തരണം കണ്ടത്. ഫോൺ ഒരു രക്ഷയില്ല, മൂട്ടാ ലൂക്ക്. വാവ് ഫാമിലി ഫോട്ടോ വയ്ക്കാം. എക്സൽ പ്രോ എക്സൽ ഈസ് മോർ ദാൻ ഇപ്പോഴത്തേക്ക് പിക്സൽ 8 Pro ഒക്കെ ഇല്ലേ, അതിന്റെ സൈസ് വരും. പേര് മാറ്റിയിട്ടുണ്ട് അവർ. അഡീഷണലി ഒരു പിക്സൽ പ്രോ ഇറങ്ങി ചെറിയതായിട്ട് 6.3 ഇഞ്ചസിന്റെ. പ്രോ മേടിച്ചാല് കാണാൻ മുട്ടാ ലുക്ക്. പക്ഷെ മറ്റേതിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. ഫ്രണ്ട് ക്യാമറ 50 MP ഫ്രണ്ട് ക്യാമറ, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ മറ്റേ എക്സലിലാണ്. തെണ്ടികൾ ആപ്പിളിനെ കണ്ടുപിടിച്ചാണ്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ വെൽഡൺ സാംസങ് കൊടുത്തു കേട്ടോ. അൾട്രാസോണിക് എല്ലാത്തിനും ഉണ്ടോ? ആരെ അറിയാം. 12 and 16 GB and 16 GB. എന്തല്ലേ? ഓ വെൽഡൺ വെൽഡൺ ഫൈനലി. കഴിഞ്ഞ വർഷം ഒന്നും വേപ്പർ ചേമ്പറിനെ പറ്റി പറഞ്ഞിട്ടില്ല, പക്ഷെ വേപ്പർ ചേമ്പർ വെൽഡൺ കാണാൻ ലുക്കൊക്കെയാണ് ഉള്ളത് പറയാല്ലോ. പക്ഷെ കാശ് ഇതൊക്കെ എന്തിനാണ്? ഞാൻ ഇത് മേടിച്ച് തന്നെ ഷഡ്ഡിയും ഇതൊക്കെ കയറിയിരിക്കുകയാണ്. ഒരു കാര്യം പറയും, ഇതിന്റെ അത്ര വരൂല, ഉള്ളത് പറയാം വരൂല. ബിക്കോസ് ഇതിന്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്, സെൻസർ അല്ല. പക്ഷെ കുറച്ചും കൂടെ വൈഡർ ഡിസ്പ്ലേ ആണ് ഫ്രണ്ടില്, അതുള്ള. ഇതിൽ കൂടുതൽ എന്താണടാ അലക്സ നിനക്ക് പറയാനുള്ളത്? എന്താ ലുക്കടേ, ഇതൊക്കെ ലുക്ക് കണ്ടാടേ. എന്റെ ദൈവമേ, AI പറ്റി പറയാനാണ് പറഞ്ഞേക്കണത്. എടേ ഈസ് കോളിംഗ് സമ്മൺ. വെതർ ആപ്പാണ് ഭയങ്കരമായിട്ട് നീയൊക്കെ നീ തള്ളി മറിക്കാൻ പോണത്. ബ്യൂട്ടിഫുൾ. വാ കഴിഞ്ഞ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് ഈ പറയണത്. കേൾക്കാനുള്ളവർക്ക് കേൾക്കാൻ കേട്ടാ. പുതിയ സ്ക്രീൻഷോട്ട് നന്നായി, അതുകൊള്ളാം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയണെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചറ പറന്ന് എടുക്കുന്ന സാധനങ്ങൾക്ക് വെറുതെ ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ മറ്റേ ഷഡ്ഡിയുടെ സ്ക്രീൻഷോട്ട് എടുത്താൽ ജെട്ടിന്നല്ല അണ്ടർവെയറിന് അടിച്ചാൽ അത് വരും, ബൈക്കെന്ന് അടിച്ചാൽ ബൈക്കെന്ന് വരും. അങ്ങനെ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ആപ്പ്. ഇത് നീ സാബു അല്ലേടാ കള്ള, ഇത് ആപ്പിളിൽ നിന്ന് അടിച്ചു പറ്റിയതാണ്. ഇത് ഒരു ആപ്പിളിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ, എന്തായിരുന്നു ക്യാൻവാസാ, ആ സാധനത്തിന് മുക്കി. ഇമേജ് ജനറേറ്റ് ചെയ്യാ, അത്ര തന്നെ മലയാളം, വേറെ ഒന്നും ഒന്നാക്കണ്ട ഇവിടെ. ഓ അതിന്റെ ഇടയിൽ കൂടെ RCS പ്രൊമോട്ട് ചെയ്യണ. ഇത് ഐഫോണിൽ സെൻഡ് ചെയ്താലും അതേ ക്വാളിറ്റി കിട്ടുന്നത്. അത് കളിക്കട്ടെ, അതെനിക്ക് ഇഷ്ടം. ദാറ്റ് ഈസ് നൈസ്. I like that. സ്ക്രീൻഷോട്ട്സ് പിന്നെ സ്റ്റുഡിയോ, ഇത്രയാണ് ഈ സാധനങ്ങളിനകത്ത് വരണത്. ഒക്കെ പണ്ട് കേട്ടോ, പണ്ട് നിങ്ങളെ ക്യാമറ വേറെ ലെവലായിരുന്നു. ഇപ്പൊ വേറെ പിള്ളേരുണ്ട്, വിവോ ഉണ്ട്, ഷവോമി ഉണ്ട്, അതിന്റെ ഒന്നും അടുത്ത് വരൂല. എന്തായാലും നമുക്ക് നോക്കാം. ഞാനല്ല ഇവരൊക്കെ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കിൻ ടോൺ, അതുപോലെ HDR അങ്ങനത്തെ ഭാഗം. അല്ലാതെ നമുക്കൊരു DSLR ക്യാമറ എടുക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും കിട്ടൂല. അവർക്കത് വേണ്ടെന്നാണ് തോന്നുന്നത്. ഈ ആപ്പിളിനും ഗൂഗിളിനൊക്കെ മോണ്ട്. ഓ കൊട്ടുകൊടുത്ത് ഐഫോണിന് കൊട്ടുകൊടുത്ത്. ഐഫോണിന് മുണ്ടും പൊക്കി ഓടാം. പക്ഷെ എന്നാലും ഭയങ്കര നോയ്സ് കേട്ടോ. I mean it's nice,
ബട്ട് ഹൂ ഈസ് ടേക്കിംഗ് പനോരമ ആൻഡ് ഓൾ സീരിയസ്ലി ആരെങ്കിലും പനോരമ ഷോട്ട്സ് എടുക്കുന്നുണ്ടോ? ഓ അത് കൊള്ളാം. നമ്മളാ ഇല്ലാത്ത ആൾക്കാരെ കയറ്റാൻ പറ്റും. ഈ ട്രിപ്പ് പോകുമ്പോൾ ഏതെങ്കിലും ഒരുത്ത വരുമല്ലോ നമുക്ക് മറ്റേ ക്യാൻസൽ ചെയ്യണം, ട്രിപ്പ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അവനെയൊക്കെ കയറ്റതിലോട്ട് ഇനി കൊള്ളാം. അത് പണ്ട് ഡെമോ എടുത്തതിന്റെ ഇത് ഇരിക്കണല്ല. As you can see, the overlay, the augmented reality overlay is guiding me, and now I can take a photo. And now, if you both come over here, you will see that it is going to be processed. You look great, by the way. ഇതൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. Thanks for that. എന്തിനാണെങ്കിലും കൊള്ളാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫീച്ചറിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അറ്റ് ലോഞ്ച് എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ബിക്കോസ് അറിയാലോ നമ്മാര് തേക്കിൽ ഗൂഗിളാണ്. ഓ ഓ ഓ ഓ ഓ ഓ അത് കൊള്ളാം. ദാറ്റ് ഈസ് നൈസ്. ഫ്രണ്ട് മറ്റേ ഫോൾഡിന്റെ ഫ്രണ്ടിൽ മറ്റേ കോഴിയുടെയൊക്കെ ഫോട്ടോ വരും. അപ്പൊ അത് കണ്ട് നമ്മൾ ചിരിക്കും. നൈസ്. It uses generative AI to recompose my image, applying photographic techniques like rule of thirds and golden ratios. മെയിനായിട്ടും ചരിഞ്ഞു പോണ സാധനത്തിന് നേരെ ആക്കുക. ഓ അതിൽ നിന്നും ഇത് that is nice. And if you notice, it even recovered the piece of his shoe that got left out of the first photo. Pretty great. കൈ അടിക്കുന്നേ. പക്ഷെ ആ സൈഡിൽ എന്തൊക്കെ വൃത്തിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ ഇതാ ഇവിടെ അതെന്തിനാ ഇത് കൂറ അത് കട്ട് ചെയ്യണം, ക്രോപ്പ് ചെയ്യണം. എന്തൊരു അഭിനയം നോക്കിയാണ്. ഇതൊക്കെ നേരത്തെ ഇത് മറ്റേ എന്തോന്ന് വെച്ചാണ് റിഹേഴ്സൽ ചെയ്തിട്ട് ചെയ്യണ പരിപാടിയാണ്. സാംസങ്ങിലും ഉണ്ടേ. സാംസങ്ങിൽ മറ്റേ നമുക്ക് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയുണ്ട്. അതുപോലെ വാട്ട് ഈസ് എ പിക്ചർ? നമ്മുടെ MKBHD ഒക്കെ പറഞ്ഞ് ചോദിച്ച ചോദ്യം പോലെ എന്താണ് ഈ എവിടെ പിക്ചർ, എവിടെ വേർ ഇസ് ദ പിക്ചർ? ഇങ്ങനെ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ കണ്ടാ അറിയാതെ ആർട്ടിഫിഷ്യലാണെന്ന്. വീഡിയോയിൽ നമുക്ക് വരുന്ന സാധനങ്ങൾ ഇത് രണ്ടുമാണ്. ഡ്യുവൽ എക്സ്പോഷർ, പിന്നെ നൈറ്റ് സൈറ്റ് വീഡിയോ, അങ്ങനെയൊക്കെ സാധനങ്ങൾ. അങ്ങനെയൊക്കെ ഇതൊക്കെ ഒന്നും പറയാനൊന്നും ഇല്ല. അതാണ് സംഭവം. ദിസ് ഈസ് ആക്ച്വലി യൂസ്ഫുൾ ഫോർ ഗേൾസ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, പെൺകുട്ടികൾ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് ഫോട്ടോസ് ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് അത്. ആര് പറഞ്ഞു? ആരാണ് ഇതൊക്കെ പറയണത്? ഹൈ ക്വാളിറ്റി വീഡിയോ ആണ് സ്മാർട്ട് ഫോണാണ്. എൻ്റെ പൊന്ന് ചേച്ചി പറഞ്ഞാൽ കൂടിപ്പോവും. ഹൈയസ്റ്റ് ക്വാളിറ്റി വീഡിയോ ആണ് സ്മാർട്ട് ഫോൺ. അത് ആപ്പിൾ അല്ല, അതാ വേറെ ഒരു ഫോണിനും ഇല്ല. അതാണ് സത്യം. പച്ച, കറുപ്പ്, വെള്ള, പിങ്ക്. 7 വർഷത്തെ അപ്ഡേറ്റ്, അഡ്വാൻസ് ഡ്യുവൽ റിയർ ക്യാമറ, 12 GB, 799. Pixel 9 Pro adds pro-level performance and speed with 16 gigabytes of RAM, meticulously crafted materials, 16 GB RAM, 7 years. ഇതിലും ഉണ്ട് പിങ്ക്. ആ പിങ്ക് കൊള്ളാം കേട്ടോ. പിങ്കും ആ വെള്ളയും കൊള്ളാം. നൈസ്. 999. നല്ല കത്തിയായിരിക്കും. $1799. ജപ്പാൻ ആൻഡ് US. ഓഗസ്റ്റ് 22 കിട്ടത്തുള്ളൂ. ഇവിടെ കിട്ടും, ദുബായ് കിട്ടും. ഞാൻ എനിക്ക് കൺഫ്യൂഷൻ Pixel 9 Pro എടുക്കണോ Pixel 9 എടുക്കണോ എന്നുള്ള ഒരു ഒറ്റ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. 1 year of Gemini Advanced. ഇതന്നെ ഞാൻ പറഞ്ഞ നേരത്തെ, ഇത് തുടങ്ങണതിന് മുന്നേ പറഞ്ഞ സാധനമാണ്. ഇത് 1 year ഫ്രീ, അത് കഴിഞ്ഞിട്ട് കാശ് കൊടുക്കണം. തേങ്ങ കൊല. I also hope so. പക്ഷേ
പിക്സൽ 9 പ്രോയിൽ നമ്മുടെ ഈ സാധനം ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ വേപ്പർ ചേമ്പർ വന്ന സ്ഥിതിക്ക് ഹീറ്റിംഗ് നന്നായിട്ട് കുറയും. ദാറ്റ് ഇസ് ആക്ച്വലി ഗുഡ്. പിക്സൽ വാച്ച് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ബി ഓണസ്റ്റ്. സോ ഐ തിങ്ക് ദിസ് ഈസ് ഇറ്റ്. ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നെന്നാണ് തോന്നുന്നത്. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അപ്പോൾ അതാണ് പിക്സൽ ഇവന്റ്. പിക്സൽ ഫോണുകൾ 4 വരുന്നുണ്ട്. ഫോൾഡ് നാളെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രൈസിങ് അറിയാൻ പോകുന്നത്. ബിക്കോസ് 14-ാം തീയതിയാണ് നാട്ടിൽ ഇതിൻ്റെ പരിപാടി വരാൻ പോകുന്നത്. ഐ തിങ്ക് ഓഗസ്റ്റ് 22 തന്നെയായിരിക്കും നാട്ടിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ് മെയിനായിട്ട് വരാൻ പോകുന്നത്. ആൻഡ് പ്രൈസിങ് നിങ്ങളെല്ലാവരും കണ്ടതുപോലെ $799, മറ്റേത് $1799 ഫോൾഡിൻ്റെ വില. അപ്പോൾ എനിക്കിവിടെ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഏത് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇവിടെ കാണേണ്ടതാണ്. പിക്സൽ 9 ആണോ 9 പ്രോ ആണോ? ബിക്കോസ് 9 പ്രോ എക്സൽ മേടിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ എനിക്കില്ല. ഏതെങ്കിലും ഒരു ഫോൺ മേടിക്കാനുള്ള സെറ്റപ്പേ ഉള്ളൂ. സോ പിക്സൽ 9 എക്സൽ കാണണോ, അതോ പിക്സൽ 9 പ്രോ കാണണോ, അതോ പിക്സൽ 9 കാണണോ? എനിക്കൊരു സ്വീറ്റ് സ്പോട്ടായിട്ട് തോന്നുന്നത് ഒരു പിക്സൽ 9 പ്രോയാണ്. 6.3 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ, ബാക്കിയുള്ള എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. കാണാനും അത്യാവശ്യം മുട്ടൻ ലുക്കാണ്. പിക്സൽ 9 ഐ തിങ്ക് പിക്സൽ 9 ക്യാൻ വെയിറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേസ് നിങ്ങൾ പറയുക. ഐ തിങ്ക് ഐ എം ഗോണ ബൈ പിക്സൽ 9 പ്രോ, പിങ്ക് കളർ അല്ലെങ്കിൽ വെള്ള കളർ. എനിവേസ് അതായിരുന്നു പിക്സൽ ഇവന്റ്. ആൻഡ് നൗ പിക്സൽ വാച്ച് ഇസ് ഹാപ്പനിങ് ആൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് AI ഫീച്ചേഴ്സ് കമ്മിങ് അപ്പ് ഓൺ ദ ന്യൂ ഡിവൈസ്. ആൻഡ് മൊത്തം AI എന്നുള്ള പരിപാടി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വേറെ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകണേ. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.